ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കന്യാകുമാരി ജില്ലയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ജില്ലയാണ് കന്യാകുമാരി. ഇത് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ പ്രധാന സവിശേഷതയാണ് സൺറൈസും സൺസെറ്റും കാണുക എന്നത്. ഇത് കാണാനായി വിവേകാനന്ദ പാറയും തിരുവള്ളുവർ സ്റ്റാച്ചുവിനും അടുത്തുള്ള കന്യാകുമാരി അമ്മൻ ടെമ്പിളിൻ്റെ തീരത്താണ് എല്ലാവരും പോയി നിൽക്കാറ്. അങ്ങനെ ഞങ്ങൾ കാലത്ത് 5:30 തന്നെ ഹോട്ടലിൽ നിന്ന് ഒരു ഓട്ടോയും എടുത്ത് സൺറൈസ് പോയിന്റിലേക്ക് എത്തി. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സൺറൈസ് കാണാനായി. അവസാനം 1 മണിക്കൂറോളം സൺറൈസിനായി വെയിറ്റ് ചെയ്ത് മോശം കാലാവസ്ഥ കാരണം സൺറൈസ് കാണാനാവാതെ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. സൺറൈസും സൺസെറ്റും നല്ല രീതിയിൽ കാണാൻ കഴിയുക വേനൽക്കാലത്താണത്രേ. അതുകൊണ്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ സമയങ്ങളിൽ വരുന്നതാണ് ഏറ്റവും ഉചിതം. കാലത്ത് നേരത്തെ തന്നെ ചെക്കൗട്ട് ചെയ്ത് ത്രിവേണി സംഗമത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു ഗാന്ധി സ്മാരകമാണ്. ഒട്ടും താമസിയാതെ തന്നെ ഞങ്ങൾ ത്രിവേണി സംഗമത്തിൽ എത്തിയിരിക്കുകയാണ്. ത്രിവേണി സംഗമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടി യോജിക്കുന്ന ഒരു പോയിൻ്റാണ് ഇത്. ഈ ത്രിവേണി സംഗമം, സൺറൈസ് സ്പോട്ട് എന്നിവയെല്ലാം ഒരേ സ്ഥലം തന്നെയാണ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനായി വരിയിൽ നിന്നു. കുറേ നേരം വരിയിൽ നിന്നതിന് ശേഷം ടിക്കറ്റ് ലഭിച്ച് വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടിലൂടെ യാത്ര ചെയ്യുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. കന്യാകുമാരിയിലെ വാവുതറൈ മുനമ്പിൽ നിന്നും 500 മീറ്റർ അകലെ കടലിൽ സ്ഥിതി ചെയ്യുന്ന 2 പാറകളാണ് വിവേകാനന്ദ പാറയും തിരുവള്ളുവർ സ്റ്റാച്ചു നിൽക്കുന്ന പാറയും. 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തിക്കടന്ന് ഈ പാറയിൽ ചെന്ന് ധ്യാനിച്ചിരുന്നു. 1970 സെപ്റ്റംബർ 2-നാണ് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ശ്രീ വി ഗിരി ഈ സ്മാരകം രാഷ്ട്രത്തിനായി സമർപ്പിച്ചത്. കടലിലൂടെ ഈ പാറയിലേക്കുള്ള യാത്ര ഒരു നല്ല അനുഭവമായിരുന്നു. ഇവിടെ നിന്ന് തിരുവള്ളുവർ സ്റ്റാച്ചുവും അടുത്തു നിന്ന് തന്നെ കാണാം. ഈ സ്മാരകത്തിനകത്തേക്ക് പാദരക്ഷകൾ ഉപയോഗിച്ച് പ്രവേശിക്കാനാവില്ല. അതുകൊണ്ട് പാദരക്ഷകൾ ഏൽപ്പിക്കാനുള്ള സ്ഥലത്ത് ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ സ്മാരകത്തിനകത്തേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു സ്റ്റാച്ചുവാണ്. പിന്നെ 2 മുറികളുണ്ട്. ഒരു മുറിയിൽ ശ്രീ സ്വാമി വിവേകാനന്ദൻ്റെ അമ്മയുടെ ചിത്രവും മറ്റേ മുറിയിൽ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ചിത്രവുമാണ് കാണാൻ സാധിക്കുക. പുറത്തിറങ്ങി ഞങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു. അതിനുശേഷം അവിടെയുള്ള ഒരു കാഴ്ചയാണ് പാർവതി പാദം കാണാനുള്ള ഒരു മണ്ഡപം. മണ്ഡപത്തിൽ കയറി പാർവതി പാദം കണ്ടതിന് ശേഷം തൊട്ടടുത്ത ബോട്ടിൽ തന്നെ വിവേകാനന്ദ പാറയിൽ നിന്ന് ബോട്ടിംഗ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. അടുത്തതായി കന്യാകുമാരിയിൽ ഞങ്ങൾ പോയത് വട്ടക്കോട്ടൈ ഫോർട്ടിലേക്കാണ്. ഈ കടലോര കോട്ട നിർമ്മിച്ചത് തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയാണ്. കന്യാകുമാരി സിറ്റിയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ഈ കോട്ട ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. തിരുവിതാംകൂറിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി പണികഴിപ്പിച്ച ഈ കോട്ട പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലിലാണ്. വട്ടക്കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങി അത്യാവശ്യം ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ശേഷം ഇനി ഞങ്ങൾ നേരെ മധുരയിലേക്കാണ് പോകുന്നത്. കന്യാകുമാരി മധുര ബൈപ്പാസിലൂടെ യാത്ര പകുതി പിന്നിട്ടപ്പോൾ ഞങ്ങളൊരു നല്ല കടയിൽ കയറി ചായയും സ്നാക്സും കഴിച്ചു. ഇതോടെ ഞങ്ങൾ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസവും വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.